ലൈംഗിക പീഡന കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് ഇന്നലെ നാടകീയമായി പിടികൂടുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം പോലും ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. കഴിഞ്ഞ ജനുവരി മാസം നടന്നൊരു കേസാണ്. അതിലിപ്പോൾ പോലീസ് ഈ പരാതിക്കാരുടെ രഹസ്യ മൊഴിയെടുത്തതിന് ശേഷം വളരെ വേഗത്തിൽ രഞ്ജിത്തിനെ പിടിക്കുന്നു. വളരെ ഗൗരവതരത്തിലുള്ള പരാതിയും ആരോപണവുമാണെന്നാണ് പോലീസ് പറയുന്നത്. അതിനനുസരിച്ചുള്ള നടപടിയിലേക്ക് ഏതായാലും പോലീസ് കടക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്തിനെതിരെയുള്ള ഈ കേസ് അത് എത്ര സ്ട്രോങ് ആയൊരു കേസാണ്, ഇപ്പോൾ ഒരു നടപടിയെടുത്തതിൻ്റെ പശ്ചാത്തലത്തെ നമുക്ക് എങ്ങനെ കാണണം, അതുകൂടി സംസാരിക്കുകയാണ്. ജിം ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോൾ രഞ്ജിത്തിനെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നേരത്ത് രാത്രിയിൽ വളരെ നാടകീയമായി രഞ്ജിത്തിനെ പിടികൂടുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ഇത് ജാമ്യം ലഭിക്കുന്നു എന്ന് പോലും ഉറപ്പില്ല. അപ്പോൾ കേസിൻ്റെ മെറിറ്റിനെ എങ്ങനെയാണ് കാണുന്നത്, ഒപ്പം ഈ പോലീസിൻ്റെ നീക്കത്തെ? കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങളില്ല. പരാതി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വളരെ ഗൗരവമായ ആ സ്ത്രീയെ കാരവനിൽ വെച്ച് കയറി പിടിച്ചെന്നും ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും അവരിറങ്ങി ഓടിയെന്നുമാണ് പറയുന്നത്. പോലീസിൽ അവർ പരാതി കിട്ടി 2 ദിവസത്തിനകം ഈ സംഭവത്തിൽ നടപടിയും എടുത്തു. പക്ഷേ പോലീസ് അവിടെ നിൽക്കട്ടെ, ഇത് ജനുവരിയിൽ നടന്ന സംഭവമാണ്. ഇത്രയും വലിയ സംഭവങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ. സിനിമാ സെറ്റുകളിലെ കുഴപ്പങ്ങളെക്കുറിച്ചൊക്കെ ഇത്രയും പറഞ്ഞ ശേഷവും ഹേമ കമ്മീഷൻ ഒരുപാട് പേരിലുണ്ട്. ഈ സിനിമാ സംഘടനയിലെ പുങ്കുവന്മാർ എവിടെയായിരുന്നു ഇത്രയും കാലം? ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് ആ സിനിമയിലെ എല്ലാവർക്കും അറിയാമായിരുന്ന കാര്യമാണ്. ഒരുത്തൻ പോലും ഒരു ചെറുവിരൽ, ഒരുത്തനോ ഒരുത്തിയോ പോലും ഒരു ചെറുവിരൽ അനക്കിയില്ല. നമ്മളിപ്പോഴും ഈ സിനിമാ സെറ്റിനകത്തുള്ള സംഭവങ്ങളെല്ലാം പഴയതുപോലെ തന്നെ നിൽക്കുകയാണ് എന്നുള്ളതിൻ്റെ വേറെ എന്തെങ്കിലും തെളിവ് വേണോ? ഇങ്ങനൊരു പരാതി ഉണ്ടായാൽ ആ പരാതിയിൽ ഗൗരവമായ നടപടിയിലേക്ക് പോകാനുള്ള ആദ്യത്തെ ഉത്തരവാദിത്വം ഇവിടുത്തെ സിനിമാ സംഘടനകൾക്കും സിനിമാ സംഘടനയുടെ തലപ്പത്തിരുന്ന ചതുരവടിവിൽ സംസാരിക്കുന്ന ആളുകൾക്കുമാണ്. ഇന്ന് വന്ന് ചതുരവടിവിൽ സംസാരിച്ചല്ലോ, കണ്ടില്ലല്ലോ ഈ കഴിഞ്ഞ ആളുകളൊന്നും. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് അത് അങ്ങനെ ഒരു പരാതി, എന്താ പറയുക, ഈ സ്ത്രീ പരാതികൾ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും കമ്മിറ്റികളുണ്ടല്ലോ, ഈ പോഷ് കമ്മിറ്റി പോലെയുള്ള, അതിലൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നതിനേക്കാൾ ഗൗരവമായി സിനിമാ സെറ്റിലൊരു പ്രശ്നം ഉണ്ടായാൽ, എപ്പോഴെങ്കിലും സിനിമാ സെറ്റിലൊരു പ്രശ്നം ഉണ്ടായാൽ അതൊരു ഗൗരവമായ ഇഷ്യൂ ഈ സിനിമാ സംഘടനകൾ ഏറ്റെടുക്കുന്നത് കാലം നമ്മൾ കണ്ടോ? പണ്ട് വലിയ കുഴപ്പമായിരുന്നു, അതിനുശേഷം ഞങ്ങൾ നന്നായി എന്ന് പറഞ്ഞ ശേഷം വർഷം കുറേ ആയല്ലോ, ഇതുവരെ ഒന്നും ഉണ്ടായില്ലല്ലോ. അതെന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുകയാണ്. ഇതിനോടുള്ള സിനിമാ സംഘടനകൾക്കകത്തെ ഗോഡ് ഫാദേഴ്സിൻ്റെയും ഗോഡ് മദേഴ്സിൻ്റെയും അതിൻ്റെ താഴെയുള്ള അനുചരന്മാരുടെയും റെസ്പോൺസ് ഇപ്പോഴും പഴയത് തന്നെയാണ്. ഈ സ്ത്രീ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്, ഈ സംഭവത്തിന് ശേഷം വളരെ വലിയ മാനസികാഘാതത്തിൽ പോവുകയും കൗൺസിലിംഗ് എടുക്കുകയും അതൊക്കെ ശേഷം 2-3 മാസത്തിന് ശേഷം വന്ന് പോലീസിൽ പരാതി കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുവരെ അപ്പോൾ പരാതി ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇതാണ് പ്രശ്നം. സിനിമാ സംഘടനകളോടുള്ള ചോദ്യം, നിങ്ങളെവിടെയായിരുന്നു കഴിഞ്ഞ 2 മാസം എന്നുള്ളതാണ്. ഇനി കേരള പോലീസിനോട്, നന്നായി കേരള പോലീസ് വളരെ പെട്ടെന്ന് നടപടിയെടുത്തല്ലോ. അത് രഞ്ജിത്ത് പോലൊരു പ്രധാനപ്പെട്ട ആൾക്കെതിരെയാണ്, കൊള്ളാം. പക്ഷേ അത് ചിലപ്പോൾ പഴയ പാവത്തിൻ്റെ പരിഹാരക്രിയയായിരിക്കും. PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന CPMൻ്റെ മറ്റൊരു വേണ്ടപ്പെട്ട സംവിധായകനെതിരെ ഒരു വനിത, അവർ പരസ്യമായി അവരുടെ പേരടക്കം വന്ന് പുറത്തു പറഞ്ഞു. എൻ്റെ പേര് ആശ ജോസഫ് എന്നാണ്, ഞാനൊരു സംവിധായികയാണ്, ആശ അച്ചി ജോസഫ്. എനിക്ക് ഇതുപോലെ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഞാൻ വല്ലാതെ ഷോക്കിലായിപ്പോയി, ഞാൻ കുതറി മാറിപ്പോയി. ഇത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ട് 8 ദിവസം കഴിഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത വരുമ്പോഴാണ് ഇതിനകത്ത് നടപടിയിലേക്ക് പോകുന്നത്. പുല്ലുപോലെ ഇതിനിടയ്ക്ക് ഇയാൾക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ നടപടിയെടുക്കുകയും വളരെ അവധാനതയിലാണ് ഈ സാധനം പോയതെന്ന് ഡോക്ടർ ആശ തന്നെ പറഞ്ഞു. അന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അത് അങ്ങനെയാണ്, അത് അപ്പം തന്നെ നീങ്ങിയില്ലേ, പിടിച്ചില്ലേ, മറിച്ചില്ലേ എന്നൊക്കെയാണ്. ഇത്തവണ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇനിയിപ്പോൾ സർക്കാരിന് ഇടപെടാൻ പറ്റാതായതാണോ, അതോ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഒരല്പം അവൾക്കൊപ്പം റേഞ്ച് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് 2 ഹാഷ്ടാഗ് എക്സ്ട്രാ അടിക്കാൻ ഇട്ടതാണോ എന്ന് എനിക്കറിയില്ല. കാരണം തൊട്ട് മുമ്പത്തെ സംഭവം മുഖ്യമന്ത്രിക്ക്, വേറെ ആർക്കുമല്ല, പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയല്ല, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തൊരു ഹോട്ടലിൽ നടന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി 8 ദിവസത്തിന് ശേഷം മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം, ഞാൻ ഈ സംഭവത്തിൽ നേരിട്ട് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതിൻ്റെ ഓരോരോ ഡെവലപ്മെൻറ്റ്സ് അറിഞ്ഞ ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം ആശ പരസ്യമായി എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പ് ഈ കഥ മുഴുവൻ വിശദീകരിച്ചു. അപ്പോൾ ഒരുപക്ഷെ ആ നാണക്കേട് ഒഴിവാക്കാനായിരിക്കാം കേരള പോലീസ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഇത്തരം കാര്യങ്ങളെ വളരെ സംശയത്തോടെ കാണുന്ന രീതിയിൽ ഞാൻ കാണുക. എന്തായാലും നന്നായി ആ നടപടി പോലീസ് എടുത്തത്. രഞ്ജിത്തിനെ പോലെ ഒരു സംവിധായകൻ, രഞ്ജിത്തിനെതിരെയുള്ള 3ാമത്തെ പരാതിയാണെന്നാണ് കേൾക്കുന്നത്. നടപടിയെടുത്ത് നന്നായി.
പക്ഷേ സിനിമാ സംഘടനകൾ ചോദ്യത്തിന് ഉത്തരം പറയണം. നിങ്ങളുടെ സിനിമാ സെറ്റുകളിൽ പറഞ്ഞേക്കുന്നത് ആ സെറ്റിലെ എല്ലാവർക്കും അറിയാമായിരുന്നു ഈ സംഭവം, അത് പറഞ്ഞു തീർക്കാനൊക്കെ ശ്രമിച്ചു വലിയ ബഹളമൊക്കെ എന്നുള്ളതാണ്. സിനിമാ സെറ്റുകളിലെ സംഭവങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ന് നന്നാവും. അത് സിനിമാ സെറ്റുകളോടുള്ള ചോദ്യം മാത്രമല്ല, എല്ലാ തൊഴിലിടങ്ങളിലെയും സംഭവങ്ങളോടുള്ള ചോദ്യമാണ്. മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരം സംഭവം ഉണ്ടായാൽ സിനിമയേക്കാൾ കുറച്ചുകൂടെ മാന്യമായിട്ടാണ് ഡീൽ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ. ഇത് പക്ഷേ വല്ലാത്ത ഷോക്കിംഗ് ആണ്. സാർ, ഇന്നിപ്പോൾ TK ഗോവിന്ദൻ തളിപ്പറമ്പിലെ CPM വിമതൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഉച്ചയ്ക്ക്. അദ്ദേഹം പറയുന്നത് ഇത്രയും നാൾ ഈ പരാതി എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, പക്ഷേ ഇദ്ദേഹത്തെ രഞ്ജിത്തിനെ സംരക്ഷിച്ച് നിർത്തിയത് MV ഗോവിന്ദനാണ്. ഇപ്പോൾ CPMന് പോലീസിലധികം റോളില്ല, അതുകൊണ്ട് പോലീസ് ആക്ഷൻ എടുത്തു എന്നുള്ളതാണ്. അല്ല, CPMൽ റോളില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. നമ്മുടെ ഇന്നും പറഞ്ഞു. നമ്മുടെ UPയിലുള്ള ഈ മാധ്യമപ്രവർത്തകന് നോട്ടീസ് അയച്ചപ്പോൾ ഞാനല്ല പോലീസിനെ ഇപ്പം നോക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ അതേസമയം ലെഫ്റ്റ് ഹാൻഡിലുകളൊക്കെ പിണറായി ഡാ അവൾക്കൊപ്പം നമ്മുടെ പോലീസ് പറഞ്ഞു. നമ്മുടെ പോലീസ് സജി ചെറിയാൻ തന്നെ പറഞ്ഞു. പോലീസ് ഇതേ സജി ചെറിയാൻ കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടോ, ഈ ഇദ്ദേഹത്തെക്കുറിച്ച് പരാതികൾ വന്നപ്പോൾ അന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടെയാണ് രഞ്ജിത്ത്. എന്താ പറയുന്നത്, ഇതിഹാസ സമാനനായ സിനിമാക്കാരനാണ് രഞ്ജിത്ത് എന്ന് പറഞ്ഞു. ഇത് ഭയങ്കര തമാശയാണ്. സൈഫ്, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ 5 വർഷം മുമ്പ് ഇതേ ഒരു ഇലക്ഷൻ കാലത്ത് രഞ്ജിത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, ഓർമ്മയുണ്ടത്. കോഴിക്കോട് നോർത്തിൽ LDFൻ്റെ കാൻഡിഡേറ്റായിട്ട് ഇദ്ദേഹം സജീവമായ പരിഗണനയായിരുന്നു. പ്രദീപ് കുമാറിനെ മാറ്റുന്നു, ഇദ്ദേഹം രഞ്ജിത്ത് ഇവരുടെ കാൻഡിഡേറ്റായിട്ട് വരുന്നുള്ള വാർത്തകൾ വരുന്നു. നമ്മളതേക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു. അത്ഭുതം കൂറി, എങ്ങനെയാണ് രഞ്ജിത്തിനെ പോലെ ഒരാൾ LDF തന്നെ ലെഫ്റ്റ് എന്നാണല്ലോ അതിൻ്റെ പേര്, ഒരു ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരിക എന്നതിനെക്കുറിച്ചുള്ള ആശ്ചര്യം നമ്മളിവിടെ പങ്കുവച്ചു. ശേഷം നമുക്കറിയാം ഒരുപാട് രഞ്ജിത്തിൻ്റെ തന്നെ സർക്കിളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് വളരെ മോശം റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ഒരു കൊലച്ചതി ചെയ്തു എന്നുള്ള നിലയിലാണ് ആ റെസ്പോൺസ് വന്നത്. എനിവേ അവസാനം CPM ആ തീരുമാനം മാറ്റുന്നുണ്ട്, രഞ്ജിത്ത് സ്ഥാനാർത്ഥിയാവുന്നില്ല, LDF അധികാരത്തിൽ വരുന്നു. നമ്മളെന്താ കാണുന്നത്, കോർപ്പറേറ്റ് ചെയർമാനാക്കി ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് വരികയാണ്. സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനം. നമുക്ക് LDF ഭരിക്കുമ്പോൾ അവർ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നതാണ് സാംസ്കാരിക സ്ഥാപനങ്ങൾ. കാരണം CPIM എന്ന് പറയുന്നത് പൊതുവെ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിന് മറ്റേതൊരു പാർട്ടിയേക്കാളും പരിഗണന നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ആളുകൾ നിശ്ചയിക്കുമ്പോൾ ആ ഒരു ശ്രദ്ധയും കൗശലവും കാണിക്കും, ഒരു പ്രസിഷൻ കാണിക്കും. ഇപ്പോൾ CPM ഭരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനമായിട്ടുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് രഞ്ജിത്ത് വരുന്നതിൽ അതിലൊരു ആശ്ചര്യവും അതൊരു വൈചിത്രവും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മനുഷ്യൻ്റെ ലെഗസി എന്താണ്, രഞ്ജിത്തിൻ്റെ സിനിമ ട്രാക്ക് എന്താണ്, ലെഗസി എന്താണ്? ഈ മലയാളത്തിലെ തമ്പ്രാൻ സിനിമകളുടെ ഉടയ തമ്പുരാൻ എന്ന് എന്താണ് സംശയരഹിതമായും പറയാവുന്ന ആൺകോയ്മാവാദം, സവർണ ഗൃഹാതുരത, സംവരണ വിരുദ്ധത, സ്ത്രീ വിരുദ്ധത, ഇതിനെയെല്ലാം ഇത്രയധികം ഗ്ലോറിഫൈ ചെയ്ത, ആഘോഷിച്ച, കാൽപ്പനികവൽക്കരിച്ച ഒരു സിനിമക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. ഓരോ ഡയലോഗുകൾ നമ്മളുടെ നാവിൻ തുമ്പിലിങ്ങനെ വന്ന് കയറുകയാണ്. മറ്റേ എന്താണ് കോൺ തിരിഞ്ഞ് കയറി വരുമ്പോൾ എന്താണ് സ്ത്രീയെക്കുറിച്ചിട്ടുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് രഞ്ജിത്തിൻ്റെ ഭാവനയിലെ അല്ലെങ്കിൽ ക്യാമറയിലെ കാഴ്ചപ്പാടിലെ സ്ത്രീ എന്താണെന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ഡസനോളം സിനിമകളുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഏതാണ്ട് എല്ലാ സിനിമകളും അത് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങയുടെ കാഴ്ചപ്പാടിലുള്ള സ്ത്രീ എന്താണ്? പ്രധാനപ്പെട്ടൊരു പ്രമേയം എന്താണ്? ഈ സംവരണം വന്നതിന് ശേഷം സവർണ യുവാക്കൾക്ക് സംഭവിച്ചിട്ടുള്ള ദാരിദ്ര്യം, അതേക്കുറിച്ചിട്ടുള്ള എന്താണ് ഘാതുകമായ കഥകൾ, സവർണ യുവാവിൻ്റെ ജീവിത പ്രാരാബ്ദങ്ങളെ ഇത്രയധികം അഭ്രവാളിയിലെത്തിച്ചൊരു മനുഷ്യനില്ല. സവർണ ഗൃഹാതുരത, സവർണ പാരമ്പര്യത്തിൻ്റെ അതിൻ്റെ ഭൂതകാലത്തിൻ്റെ ഗൃഹാതുര സ്മരണകൾ മലയാളി ഇത്രയധികം ഓർമ്മിപ്പിച്ചൊരു സിനിമാക്കാരനില്ല. അങ്ങനെ ഒരാൾ. ഇതിൽ വേറൊരു തമാശ എന്ന് വെച്ചാൽ 2016 DYFIയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട് ഇവിടെ തിരൂരിൽ. ഷംസീർ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അവിടെ വെച്ചാണ്. ആ സമ്മേളന നഗരിയുടെ പേരെന്താണെന്നറിയോ? രോഹിത് വെമുല നഗർ. ഉദ്ഘാടകൻ്റെ പേര് രഞ്ജിത്ത്. രോഹിത് വെമുലയുടെ പേരിൽ ഒരു സമ്മേളന നഗരിയിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കുക, എന്നിട്ട് ഈ സംവരണം എന്ന് പറയുന്ന ആശയത്തെ ഇത്രയധികം ഇകഴ്ത്തുകയും വടക്കാക്കുകയും അതിനെ മോശമാക്കുകയും ചെയ്ത ഒരു സിനിമാക്കാരൻ, അയാൾ വന്നിട്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. പിന്നെ കുറേ കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് ഇദ്ദേഹം
ലെഫ്റ്റ് ഗവൺമെൻറ് കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാവുക. അതിനുശേഷം ഇദ്ദേഹത്തിന് ഒരു ആരോപണം വരികയാണ്. ബംഗാളിൽ നിന്നുള്ള സിനിമാ പ്രവർത്തക, ആ സിനിമാ പ്രവർത്തകയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ബംഗാളിൽ CPIM-ന് വേണ്ടി തെരുവിൽ പണിയെടുക്കുന്ന ഒരു സ്ത്രീയാണ്. CPIM-ൻ്റെ കൊടി പിടിച്ച് തെരുവിൽ പ്രകടനം നടത്തുന്ന ഒരു സ്ത്രീയാണ്. ഏത് CPIM? ഇവിടത്തെ പോലെ അധികാരസ്ഥാനത്തുള്ള CPIM അല്ല. ഒരു MLA പോലും ഇല്ലാത്ത CPIM, ഒരു അധികാരവുമില്ലാത്ത, ഒരു ശക്തിയുമില്ലാത്ത CPIM-ന് വേണ്ടിയിട്ട് അവിടെ പണിയെടുക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തക ഇവിടെ രഞ്ജിത്തിനെതിരെ പരാതി കൊടുക്കുകയാണ്. രഞ്ജിത്ത് എപ്പോഴാണ് CPIM-ൻ്റെ ഭാഗമാകുന്നത്? അധികാരത്തിൻ്റെ CPIM അധികാര ശക്തിയായിരിക്കുമ്പോഴാണ് CPIM-ആയിട്ട് രഞ്ജിത്ത് ചേരുന്നത്. ഞാൻ 77 SFIയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മറ്റേ കൂകിയ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അത് ആർക്കും അറിയില്ല അത് ഏതാണ് കാലം എന്നുള്ളത്. പക്ഷേ അധികാരത്തിലില്ലാത്തപ്പോഴും CPIM-ന് വേണ്ടി കൊടിപിടിക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തക താൻ ലൈംഗികമായി അതിക്രമത്തിന് വിധേയരായതായിട്ട് പരാതി കൊടുത്തപ്പോൾ ഈ ഭരണകൂടവും ഈ ഇരട്ടച്ചങ്ങൻ പോലീസും എന്ത് സമീപനം സ്വീകരിച്ചു നമുക്കറിയാം. അതിൻ്റെ തുടർച്ചയിലാണ് അതേക്കാൾ ഗുരുതരമായ ആരോപണമായിട്ട് ഇപ്പം ഒരു സ്ത്രീ, ഒരു ചലച്ചിത്ര പ്രവർത്തക, സിനിമാ നടി രംഗത്ത് വരുന്നത്. ഞാൻ വിചാരിക്കുന്നു പോലീസ് സ്വതന്ത്രമായി പ്രവർത്തിച്ചു, പുരോഗമന രാഷ്ട്രീയ ശക്തിയുടെ നിയന്ത്രണത്തിൽ നിന്ന് കുതറി സ്വതന്ത്രമായി പോലീസ് പ്രവർത്തിച്ചതുകൊണ്ട് ആ മനുഷ്യൻ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ഒരു കാവ്യനീതിയാണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്.